നമസ്കാരം. നമ്മളിന്ന് നോക്കുന്നത് സിവിൽ നടപടി നിയമ സംഹിത, അതായത് നമ്മുടെ CPC. അതിലെ ആദ്യത്തെ ഒരു 8 വകുപ്പുകൾ അല്ലേ? അതെ. നിങ്ങൾ തന്ന ആ രേഖകളൊക്കെ വെച്ച് ഒരു സിവിൽ കേസ് എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത് എന്നതിന്റെ ഒരു തുടക്കം. അതെ, അതാണ് ലക്ഷ്യം. തീർച്ചയായും. തുടങ്ങുന്നതിനു മുൻപ് ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. ഈ CPC എന്ന് പറയുന്നത് ഇതൊരു പ്രൊസീജറൽ ലോ ആണ്. ഓക്കെ. അതായത് നമ്മുടെ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നതിന് പകരം ആ റൈറ്റ്സ് കോടതിയിലൂടെ എങ്ങനെ നേടിയെടുക്കാം അതിന്റെ രീതികളാണ് ഇത് പറയുന്നത്. അപ്പോ ആ വഴി കാണിച്ചു തരുന്ന നിയമം. ശരി. അപ്പോ സെക്ഷൻ 1 വകുപ്പ് 1 ഇത് എവിടെയൊക്കെ ബാധകമാകുമെന്നാണല്ലേ? അതെ, 1909 തൊട്ട് നിലവിലുണ്ട്. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ജമ്മു കാശ്മീർ അടക്കം ഇന്ത്യയിലെ എല്ലായിടത്തും ഇത് ബാധകമാണ്. ഇപ്പോഴത്തെ മാറ്റം വെച്ച് എല്ലായിടത്തുമുണ്ട്. പണ്ടത്തെ ആ ഒഴിവാക്കൽ മാറി. എന്നാലും നാഗാലാൻഡ്, പിന്നെ ചില ട്രൈബൽ ഏരിയാസ് അവിടെയൊക്കെ ഇപ്പോഴും ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ. പക്ഷെ ഒരു കാര്യമുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണമെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വഴി ഈ നിയമം അവിടെയും ബാധകമാക്കാം. അപ്പോ നിങ്ങളുടെ കേസ് എവിടെയാണ് വരുന്നത്, ഏത് നിയമത്തിന് കീഴിലാണ് എന്നറിയാൻ ഇതെവിടെയൊക്കെ അപ്ലൈ ചെയ്യും എന്ന് മനസ്സിലാക്കുന്നത് അത് പ്രധാനമാണ്. അത് വളരെ ശരിയാണ്. ഇനി നിയമം എവിടെ ബാധകമാണെന്നറിഞ്ഞു. അടുത്തത് അതിലെ വാക്കുകൾ. അതാണല്ലോ പ്രധാനം. വകുപ്പ് 2 നിർവചനങ്ങൾ. അതെ, ഡെഫിനിഷൻസ്. ഇത് നിയമം ശരിക്കും മനസ്സിലാക്കാൻ നിർബന്ധമായും അറിയണം. അതിലൊരു പ്രധാന വാക്കാണല്ലോ ഡിക്രി. എന്താണ് ഈ ഡിക്രി എന്ന് പറഞ്ഞാൽ? ഡിക്രി ലളിതമായി പറഞ്ഞാൽ ഒരു സിവിൽ കേസിലെ പ്രധാന തർക്ക വിഷയങ്ങളില്ലേ, അതില് കക്ഷികളുടെ അവകാശങ്ങൾ എന്താണെന്ന് കോടതി തീർപ്പാക്കുന്ന ഒരു ഫോർമൽ എക്സ്പ്രഷൻ, അതാണ് ഡിക്രി. ഒരു ഔദ്യോഗിക തീരുമാനം പോലെ. അതെ. പക്ഷെ എല്ലാ കോടതി തീരുമാനവും ഡിക്രി അല്ല. ഒരു സാധാരണ ഉത്തരവ് പോലെയല്ല ഇത്. അതിന് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണ്? ഉദാഹരണത്തിന് കേസ് തള്ളുന്നത്. രണ്ടും തള്ളലാണല്ലോ. ഒന്ന് ഡിക്രിയാണ്, മറ്റേതല്ല എന്നും പറയുന്നു. നല്ല പോയിന്റാണ്. ഇപ്പോ കേസ് ഫയല് ചെയ്തതിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായ പ്രശ്നമുണ്ടെങ്കിൽ ആ പ്ലെയിന്റ് തള്ളുന്നത് ഒരു ഡിക്രിയാണ്. ഓക്കെ. പക്ഷേ കക്ഷികൾ ഹാജരായില്ല, അതുകൊണ്ട് കേസ് തള്ളിപ്പോയി, ഡിസ്മിസൽ ഫോർ ഡിഫോൾട്ട് എന്ന് വെക്കുക, അത് ഡിക്രിയല്ല. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം ഇത്ര കാര്യമായി വരുന്നത്? പ്രധാനമായും അപ്പീല് പോകാനുള്ള സാധ്യതയുടെ കാര്യത്തിലാണ്. ഒരു ഡിക്രിക്കെതിരെ സാധാരണയായി അപ്പീല് പോകാൻ പറ്റും. റൈറ്റ്. എന്നാൽ എല്ലാ ഓർഡറുകൾക്കെതിരെയും അപ്പീല് പറ്റില്ല. പിന്നെ ഡിക്രി തന്നെ 2 തരമുണ്ട്, പ്രാഥമികം പിന്നെ അന്തിമം. പ്രാഥമികവും അന്തിമവും. അതെ. ചിലപ്പോൾ കേസിന്റെ ഒരു ഭാഗത്തൊരു പ്രാഥമിക ഡിക്രി ഉണ്ടാകാം, പിന്നെ അവസാനം ഒരു ഫൈനൽ ഡിക്രിയും. പക്ഷെ ഒരു കേസിൽ ഒരു ഫൈനൽ ഡിക്രിയേ ഉണ്ടാകൂ. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ലീഗൽ റെപ്രസെന്റേറ്റീവ്. ലീഗൽ റെപ്രസെന്റേറ്റീവ്. അതെ. അതിന് സാധാരണ നമ്മൾ വിചാരിക്കുന്നതിലും വലിയ അർത്ഥമുണ്ട്. മരിച്ചയാളുടെ സ്വത്തുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആരും ഇതിൽ വരാം. അനന്തരാവകാശികൾ മാത്രമല്ല. അപ്പം മരണപ്പെട്ട ആളുടെ എസ്റ്റേറ്റിനെ പ്രതിനിധീകരിക്കുന്ന ആരും. അതെ. ആ വ്യക്തിയുടെ നിയമപരമായ കാര്യങ്ങൾ നോക്കുന്നയാൾ, അല്ലെങ്കിൽ സ്വത്തിൽ ഇടപെടുന്നയാൾ, അങ്ങനെയൊക്കെ വരാം. ശരി, അത് മനസ്സിലായി. ഇനി കോടതികളുടെ കാര്യം. ഒരുപാട് തരം കോടതികളുണ്ടല്ലോ. വകുപ്പ് 3 എന്താണ് പറയുന്നത്? വകുപ്പ് 3 പറയുന്നത് കോടതികളുടെ ഒരു അധികാരശ്രേണി, ഹയറാർക്കിയെക്കുറിച്ചാണ്. ഹൈക്കോടതി, അതിന് താഴെ ഡിസ്ട്രിക്ട് കോർട്ട്, പിന്നെ സബോർഡിനേറ്റ് കോടതികൾ, അങ്ങനെ. ഓക്കെ. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് വകുപ്പ് 6, സാമ്പത്തിക അധികാരപരിധി, പെക്യൂനിയറി ജുറിസ്ഡിക്ഷൻ. പൈസയുടെ കണക്ക് വച്ചുള്ള അധികാരം. അതെ, നിങ്ങളുടെ കേസിന്റെ സാമ്പത്തിക മൂല്യം എത്രയാണ്, അതനുസരിച്ച് ഏത് കോടതിയിലാണ് കേസ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ വകുപ്പ് പ്രകാരമാണ്. ഇതിലെന്താണ് ഇത്ര ശ്രദ്ധിക്കാൻ? ഇതിലാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ തെറ്റായ കോടതിയിൽ, അതായത് അധികാരപരിധിയില്ലാത്തൊരു കോടതിയിൽ കേസ് കൊടുത്താൽ ആ കോടതി ഒരു വിധി പറഞ്ഞാലും ആ വിധിക്ക് നിയമത്തിന്റെ കണ്ണിൽ ഒരു വിലയുമില്ല. അത് അസാധുവാണ്, വോയിഡ്. ഓഹോ, അപ്പോ കേസ് ജയിച്ചാലും കാര്യമില്ലാതാവും. അതെ, ജുറിസ്ഡിക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. അപ്പോൾ ശരിയായ കോടതി കണ്ടെത്തുന്നത് തന്നെ ഒരു വലിയ കടമ്പയാണ്. ഇനി ഈ CPC എല്ലാത്തിനും മുകളിലാണോ, അതോ ചില പ്രത്യേക നിയമങ്ങളൊക്കെ വരുമ്പോൾ CPC മാറുമോ? നല്ല ചോദ്യം. അതാണ് വകുപ്പ് 4 പറയുന്നത്. ഒരു വിഷയത്തിൽ ഒരു പ്രത്യേക നിയമം
ഒരു സ്പെഷ്യൽ ലോ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോ കുടുംബ കോടതി നിയമം അല്ലെങ്കിൽ പാപ്പർ നിയമം അങ്ങനെയുള്ളവ, അങ്ങനെ ഒരു സ്പെഷ്യൽ നിയമം ഉണ്ടെങ്കിൽ ഈ പൊതുവായ CPCയേക്കാൾ മുൻഗണന ആ പ്രത്യേക നിയമത്തിനായിരിക്കും. അതിനെയാണോ സ്പെഷ്യൽ ലോ പ്രിവെയിൽസ് ഓവർ ജനറൽ ലോ എന്ന് പറയുന്നത്? അതേ തത്വം തന്നെ. ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി ഉണ്ടാക്കിയ നിയമത്തിന് ആ കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഓക്കെ. ആ സ്പെഷ്യൽ നിയമത്തിൽ പറയാത്ത കാര്യങ്ങൾക്ക് ചിലപ്പോ CPC ബാധകമായേക്കാം, പക്ഷേ ചുണ്ടുമ്പ വന്നാൽ സ്പെഷ്യൽ നിയമം നോക്കും. റൈറ്റ്. അതുപോലെ റവന്യൂ കോടതികളുടെ കാര്യോ? വകുപ്പ് 5. റവന്യൂ കോടതികൾക്ക് CPC മുഴുവനായും ബാധകമാകണമെന്നില്ല. അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാമെന്ന് വകുപ്പ് 5 പറയുന്നുണ്ട്. പിന്നെ ചെറിയ കേസുകൾ നോക്കുന്ന കോടതികളോ? സ്മോൾ കോസ് കോടതികൾ? അതെ, വകുപ്പ് 7ഉം 8ഉം അതിനെക്കുറിച്ചാണ് പറയുന്നത്. പ്രസിഡൻസി സ്മോൾ കോസ് കോർട്സ് ആക്ട് പോലുള്ള നിയമങ്ങൾക്ക് വിധേയമായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ. CPCയിലെ ചില ഭാഗങ്ങൾ അവിടെയും ബാധകമാവില്ല. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ആദ്യത്തെ 8 വകുപ്പുകൾ ഒരു സിവിൽ കേസിന്റെ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കുകയാണ്, അല്ലേ? നിയമം എവിടെ ബാധകം, വാക്കുകളുടെ അർത്ഥം, കോടതികളുടെ പവർ, മറ്റു നിയമങ്ങളുമായുള്ള ബന്ധം, ഇതൊക്കെ. കൃത്യമായി പറഞ്ഞാൽ അതെ. ഒരു വീട് പണിയുമ്പോൾ ഫൗണ്ടേഷൻ ഇടുന്നതുപോലെ. ഇതാണ് സിവിൽ നടപടിക്രമങ്ങളുടെ അടിസ്ഥാനം. ഇതിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ചിന്തയുണ്ട്. എന്താണത്? ഈ നടപടിക്രമങ്ങൾക്ക് നിയമത്തിൽ എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് നോക്കൂ. ചിലപ്പോൾ ഒരു കേസിന്റെ മെറിറ്റിനേക്കാൾ പ്രധാനം അത് ഫോളോ ചെയ്ത പ്രൊസീജിയർ ആകാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അധികാരപരിധിയില്ലാത്ത കോടതിയുടെ വിധി അസാധുവാകും എന്ന്. അവിടെ കേസിന്റെ മെറിറ്റ് നോക്കിയിട്ട് കാര്യമില്ല. പ്രൊസീജിയർ തെറ്റിയാൽ എല്ലാം തെറ്റി. അപ്പോ ഈ നടപടിക്രമങ്ങൾ നീതിയിലേക്കുള്ള വഴി എളുപ്പമാക്കുകയാണോ ചെയ്യുന്നത്, അതോ ചിലപ്പോഴെങ്കിലും അതൊരു തടസ്സമായി മാറുന്നുണ്ടോ? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്.